കെ.എസ്.ആർ.ടി.സി കാഞ്ഞങ്ങാട് ഡിപ്പോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബജറ്റ് ടൂറിസം സെൽ സംഘടിപ്പിക്കുന്ന ഏകദിന ഉല്ലാസയാത്രയായ വയനാട് ട്രിപ്പിലേക്കാണ് ഇന്ന് നാം പുറപ്പെട്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ നിന്നും 36 യാത്രികർ അടങ്ങുന്ന ഒരു ടീമാണ് ഇന്നേ ദിവസം വയനാട് ട്രിപ്പിനായി പുറപ്പെട്ട് നിൽക്കുന്നത്. ഈ പാക്കേജിൻ്റെ ഭാഗമായി രാവിലെ 5 മണിക്ക് കാഞ്ഞങ്ങാട് നിന്നും പുറപ്പെട്ട് പാൽച്ചുരം വഴി വയനാട് എത്തുകയും അവിടെ നിന്നും ബാണാസുര സാഗർ ഡാം കണ്ടതിന് ശേഷം പൂക്കോടിലേക്ക് കാണുകയും അതിനുശേഷം എന്നൂർ എന്ന ഗോത്ര പൈതൃക ഗ്രാമം സന്ദർശിച്ചതിന് ശേഷം വൈകുന്നേരം 6:30 മണിയോടുകൂടി ഹണി മ്യൂസിയം കണ്ടതിന് ശേഷം തിരിച്ച് മാനന്തവാടി ഡിപ്പോയിലെത്തി. മാനന്തവാടി ഡിപ്പോയിൽ നിന്നും രാത്രി 10:30 പുറപ്പെടുന്ന ജംഗിൾ സഫാരിയും കഴിഞ്ഞ് രാത്രി 2 മണിയോടുകൂടി വയനാട് നിന്നും തിരിച്ച് രാവിലെ 6 മണിയോടുകൂടി കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ എത്തുന്ന രീതിയിലാണ് ഈ ടൂർ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 5 മണിക്ക് എല്ലാവരും കൃത്യമായി കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ എത്തുകയും അവിടെ നിന്നും ബസ് പുറപ്പെടുകയും ചെയ്തു. ചില യാത്രികർ വഴിയിൽ നിന്നും കയറുകയും അങ്ങനെ എല്ലാ യാത്രികരും ഒപ്പം യാത്ര തുടരുകയും ചെയ്തു. ഏതാണ്ട് 9 മണിയോടുകൂടി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഏതാണ്ട് 10:10 വയനാട് എത്തുകയും ആദ്യത്തെ സൈറ്റായ ബാണാസുര സാഗർ ഡാം കാണാനായി എല്ലാ യാത്രികരും അവിടെ ഇറങ്ങുകയും ചെയ്തു. ആദ്യം തന്നെ നമ്മുടെ ഇന്നത്തെ സ്റ്റാറായ കെ.എസ്.ആർ.ടി.സി ബസിൻ്റെ മുമ്പിൽ നിന്നും എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് തങ്ങളുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ബാണാസുര സാഗർ നടന്ന് കാണാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്ന സമയം ഏതാണ്ട് 2 മണിക്കൂറാണ്. ബൃഹത്തായ ഒരു അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഇങ്ങനെ എത്തിയ എല്ലാ യാത്രികരും ബാണാസുര സാഗർ അണക്കെട്ടിനുള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് കടന്നതിന് ശേഷം ഗ്രൂപ്പ് തിരിഞ്ഞ് ബാണാസുര സാഗറിനുള്ളിൽ കാണാനുള്ള വിവിധ കാഴ്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന യാത്രികർക്ക് തങ്ങളുടെ സമയം യഥോചിതം ചിലവഴിക്കാനുള്ള എല്ലാ പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായ ബാണാസുര സാഗർ ഡാമും അതിന് പശ്ചാത്തലമൊരുക്കുന്ന പശ്ചിമഘട്ട മലനിരകളും ഒപ്പം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന വിവിധതരം സ്പോർട്സ് ഐറ്റം, അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാനുള്ള ഇടങ്ങൾ, ബോട്ടിങ്ങിനുള്ള സൗകര്യം എല്ലാം ബാണാസുര സാഗർ സന്ദർശിക്കുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം സമയം ചിലവഴിക്കാൻ പറ്റിയ ധാരാളം അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. ഏതാണ്ട് 2 മണിക്കൂർ സമയമാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. ഈ 2 മണിക്കൂർ സമയം എങ്ങനെ കടന്നു പോകും എന്ന് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടം സന്ദർശിക്കുന്ന ഏതൊരു യാത്രികനും സമയം കടന്നു പോകുന്നത് എങ്ങനെയെന്ന് അറിയാതിരിക്കാനുള്ള എല്ലാവിധ സ്പോർട്സ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ മറ്റ് അനേകം പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. ബോട്ടിങ്ങിന് താല്പര്യമുള്ളവർ നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ തങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയത്തിനുള്ളിൽ ബോട്ടിങ്ങും നടത്താൻ സാധിക്കുന്നതാണ്.
ബോട്ടിങ്ങിന് ഓൺലൈനിൽ ബുക്ക് ചെയ്യാതെ വരുന്ന യാത്രികരെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് ശേഷമാണ് ബോട്ടിങ്ങിന് ഉള്ള സമയം അനുവദിക്കുക. അതുവരെയും മറ്റ് പരിപാടികളിൽ പങ്കെടുത്തും ബാണാസുര സാഗറിൻ്റെ വിശാലതയും മനോഹാരിതയും അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകൾ ഒരുക്കുന്ന പശ്ചാത്തലവും എല്ലാം കണ്ടുകൊണ്ട് തങ്ങളുടെ സമയം ഇവിടെ ചെലവഴിക്കേണ്ടതാണ്. ഇങ്ങനെ പല വഴിക്ക് തിരിഞ്ഞ് വിവിധ ഗ്രൂപ്പുകളായി എത്തിയിരിക്കുന്ന യാത്രികർ തങ്ങളുടെ കുടുംബവും കുഞ്ഞുങ്ങളുമൊപ്പം ഇവിടെ ചിലവഴിക്കുകയാണ്. ഇങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ ഞാൻ ബാണാസുര സാഗറിൻ്റെ ചരിത്രത്തെപ്പറ്റിയും അതിൻ്റെ നിർമ്മിതിയെപ്പറ്റിയും ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറേത്തറ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറേത്തറ എന്ന ഗ്രാമത്തിൽ പശ്ചിമഘട്ടത്തിൽ കബിനി നദിയുടെ പോഷക നദിയായ കരമൺതോട് പുഴയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട് എന്ന് അറിയപ്പെടുന്നത്. 1979 ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. 1 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണുകൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ജലം എത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്ത് ജലസേചനം, കുടിവെള്ളം എന്നിവ എത്തിക്കുക എന്നതുമാണ് ബാണാസുര സാഗർ ജലസേചന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കുറ്റ്യാടി സ്പിൽവേ അണക്കെട്ട്, കോസനി സാഡിൽ ഡാം, കോട്ടഗിരി സാഡിൽ ഡാം, നിയർ കോട്ടഗിരി സാഡിൽ ഡാം, കുറ്റ്യാടി സാഡിൽ ഡാം, നായന്മൂല തടയണ, മാഞ്ഞൂര തടയണ എന്നീ 7 ചെറിയ അണക്കെട്ടുകളും ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടവയാണ്. മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ 2ാമത്തെ വലിയ അണക്കെട്ടും ആണ് ഈ ബാണാസുര സാഗർ അണക്കെട്ട്. വലിയ പാറകളും കല്ലുകളും മണ്ണുമാണ് ഇതിൻ്റെ നിർമ്മിതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. 685 മീറ്ററാണ് ഈ അണക്കെട്ടിൻ്റെ നീളം. ബാണാസുര മലകൾക്കിടയിലായി 33 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 190 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 1979 ആദ്യ അണക്കെട്ടിൻ്റെ പണി തീർന്നത്. ഒരു ചെറിയ കനാലും അണക്കെട്ടും ചേർന്ന് ഇന്ത്യൻ ബാണാസുര സാഗർ പദ്ധതിയുടെ ഭാഗമായാണ് തുടക്കം. പ്രധാന ലക്ഷ്യം കോഴിക്കോടുള്ള കക്കയം അണക്കെട്ടിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ജലം എത്തിക്കുകയും ജലസേചനത്തിന് ഉപയോഗിക്കുകയും എന്നത് മാത്രമായിരുന്നു. അണക്കെട്ടിനടുത്തുള്ള മനോഹരമായ മലകളിലേക്ക് സാഹസിക മലകയറ്റം നടത്തുവാനുള്ള ഒരു ഉത്തമ തുടക്കം ആണ് ഈ സ്ഥലം. ഒരു വിനോദസഞ്ചാര ആകർഷണവുമാണ് ഇവിടുത്തെ മനോഹര ദൃശ്യങ്ങൾ. അണക്കെട്ട് പദ്ധതി പ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിന് അടിയിൽ ആഴ്ത്തിയപ്പോൾ അണക്കെട്ടിനകത്ത് ഏതാനും ദ്വീപുകൾ രൂപപ്പെടുന്നു. ബാണാസുര സാഗർ മലകളുടെ താഴ്വരയിലുള്ള ഈ ദ്വീപുകൾ പ്രകൃതി രമണീയം കൂടിയാണ്. അണക്കെട്ടിൻ്റെ റിസർവോയറിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെ മുക്കിയപ്പോൾ രൂപം കണ്ട ഒരു കൂട്ടം ദ്വീപുകളുണ്ട്. ബാണാസുര കുന്നുകൾക്കുള്ള ദ്വീപുകൾ പശ്ചാത്തല കാഴ്ചയിലാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് അണക്കെട്ടും ഏഷ്യയിലെ ഇത്തരത്തിലുള്ള 2ാമത്തെ വലിയ അണക്കെട്ടുമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൂറ്റൻ കല്ലുകളും പാറക്കല്ലുകളും കൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കുറ്റ്യാടി ഡാമിൻ്റെ ഓഗ്മെൻറ്റേഷൻ സ്കീമിൽ ബാണാസുര സാഗർ അണക്കെട്ട് എന്നറിയപ്പെടുന്ന ഒരു പ്രധാന അണക്കെട്ട്, ഒരു എർത്ത് ഫിൽ ഡാം, കോൺക്രീറ്റ് ഗ്രാവിറ്റി സ്പിൽവേ അണക്കെട്ട് എന്നിവയും 6 സാഡിൽ ഡാമുകളും ഉൾപ്പെടുന്നു. കുറ്റ്യാടി സാഡിൽ ഒഴികെയുള്ള എല്ലാ ഡാമുകളും മണ്ണ് നിറയ്ക്കുന്ന അണക്കെട്ടുകളാണ്. കുറ്റ്യാടി സാഡിൽ ഡാം കോൺക്രീറ്റ് അണക്കെട്ടാണ്. യഥാർത്ഥ നദിയുടെ വലത് കരയിൽ പ്രധാന അണക്കെട്ടിനോട് ചേർന്നാണ് സ്പിൽവേ സ്ഥിതി ചെയ്യുന്നത്. അണക്കെട്ട് ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്.
ബാണാസുര കുന്നിൽ ട്രെക്കിങ്ങിനും ബാണാസുര സാഗർ അണക്കെട്ടിൽ സ്പീഡ് ബോട്ടിങ്ങിനും ധാരാളം ആളുകൾ ഈ സ്ഥലം സന്ദർശിക്കാറുണ്ട്. അണക്കെട്ടിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള ബാണാസുര ഹിൽ റിസോർട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് റിസോർട്ടായി BBC റേറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ബാണാസുര സാഗർ ഡാമിലെത്തിയ BTCയുടെ അതിഥികൾ തങ്ങളുടെ കുടുംബവുമൊത്ത് കുട്ടികളുമൊത്ത് ഇവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും വളരെ ആക്റ്റീവായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാലിലാടുന്ന കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇന്നേ ദിവസം എത്ര ആക്റ്റീവായി എത്ര മനോഹരമായി സ്പെൻഡ് ചെയ്യാം എന്നതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കൂട്ടം ആൾക്കാർ സ്പീഡ് ബോട്ടിലും പെഡൽ ബോട്ടിലും അതുപോലെ തന്നെ മറ്റ് ബോട്ടുകളിലുമായി ബാണാസുര സാഗറിൻ്റെ ഉള്ളിലേക്ക് ബോട്ടിൽ പോവുകയും ദ്വീപുകളാൽ ചുറ്റപ്പെട്ട ഈ ബാണാസുര സാഗറിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ മനസ്സിലും കണ്ണിലും ക്യാമറയിലും പകർത്തുകയുമാണ്. മറ്റൊരു കൂട്ടം ആൾക്കാർ ഡാമിൻ്റെ മുകൾ വശത്തുള്ള അതിവിശാലമായ നടപ്പാതയിലൂടെ നടന്ന് ഡാമിൻ്റെ മനോഹരമായ ദൃശ്യവും അതുപോലെ തന്നെ ബാണാസുര കുന്നുകളുടെ മനോഹരതയും മനസ്സിൽ നിറയ്ക്കുകയാണ്. ബാണാസുര സാഗർ ഡാമിൻ്റെ മുകൾ വശത്തായി കുറേയേറെ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയും അതിൽ നിന്നും ധാരാളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഡാമിലെ വിവിധങ്ങളായ കാഴ്ചകൾ കണ്ട് ഏതാണ്ട് 2 മണിക്കൂർ സമയം ഡാമിന് ചുറ്റുവട്ടത്ത് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാനും ഡാമിൻ്റെ മുകളിലുള്ള നടപ്പാതയിലൂടെ നടന്ന് ഡാമിൻ്റെ മറുകരയിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. മറുകരയിൽ എത്തും മുമ്പ് നോ എൻട്രി എന്ന ബോർഡ് കാണാനിടയാകുകയും ഞാൻ തിരിച്ച് നടക്കുകയുമാണ്. പ്രദേശത്തിന് ആവശ്യമുള്ള വൈദ്യുതിയുടെ നല്ലൊരു ഭാഗം ഈ സോളാർ പാനലുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബാണാസുര സാഗറിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് കുറേയേറെ സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം യാത്രികർ എല്ലാവരും സന്തോഷത്തോടെ തിരിച്ച് ഇറങ്ങുകയാണ്. ബാണാസുര സാഗറിനോട് യാത്ര പറഞ്ഞ് തങ്ങളുടെ യാത്ര തുടരാനായി.